ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യൂറോപ്പിന്റെ സാമ്പത്തിക ശക്തിയായ ജർമ്മനിയിൽ നിന്ന് വരുന്നത് അതിശയിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ജർമ്മനി ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് പണമില്ലാത്തതല്ല, മറിച്ച് മനുഷ്യർ ഇല്ലാത്തതാണ്. തങ്ങളുടെ ഫാക്ടറികളും ആശുപത്രികളും ബേക്കറികളും പ്രവർത്തിപ്പിക്കാൻ ആളില്ലാതെ ജർമ്മനി വീർപ്പുമുട്ടുകയാണ്. പക്ഷേ ഈ ഒരു വലിയ പ്രതിസന്ധിയിൽ ജർമ്മനിക്ക് രക്ഷകരായി അവതരിക്കുന്നത് മറ്റാരുമല്ല, നമ്മൾ ഇന്ത്യക്കാരാണ്. ഇന്ത്യയില്ല എങ്കിൽ എന്റെ ബിസിനസ് ഇന്ന് പൂട്ടിക്കിടന്നേനെ എന്നൊരു ജർമ്മൻ വ്യവസായി തുറന്നു പറയുമ്പോൾ അത് ഇന്ത്യയുടെ മാറുന്ന കരുത്തിന്റെ അടയാളം തന്നെയാണ്. ജർമ്മനിയിൽ നിന്നുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ് പ്രകാരം അവിടുത്തെ തദ്ദേശീയരെക്കാൾ 29% കൂടുതൽ വരുമാനമാണ് ഇന്ന് ഇന്ത്യക്കാർ നേടുന്നത്. എങ്ങനെയാണ് നമ്മുടെ യുവാക്കൾ ജർമ്മനിയെ കീഴടക്കുന്നത്? എന്താണ് മാജിക് ബില്യൺ? ഈ ഒരു 90,000 വീസകളുടെ ഒരു പുതിയ കഥയുണ്ട്. അതെന്താണ്? നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ജർമ്മനി നേരിടുന്നത് ഒരു ഡെമോഗ്രാഫിക് ക്രൈസിസ് ആണ്. ലളിതമായിട്ട് പറയുകയാണെങ്കിൽ അവിടുത്തെ പ്രായമായവർ വിരമിക്കുന്നു, പകരം വരാൻ പുതിയ തലമുറയില്ല. ബേബി ബൂമേഴ്സ് കൂട്ടത്തോടെ പണി നിർത്തുമ്പോൾ, അതായത് വിരമിക്കുമ്പോൾ ജർമ്മൻ സമ്പദ് വ്യവസ്ഥയുടെ എഞ്ചിൻ നിലയ്ക്കുകയാണ്. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം, അതായത് 1946-നും 1964-നും ഇടയിൽ ജനിച്ച ആളുകളെയാണ് ബേബി ബൂമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇന്ന് ഇവർക്ക് ഏകദേശം 62 മുതൽ 80 വയസ്സ് വരെ പ്രായമുള്ളവരാണ്. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് പട്ടാളക്കാർ തിരിച്ചെത്തിയതോടെ ലോകമെമ്പാടും, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ ജനന നിരക്കിൽ വലിയൊരു വർധനവുണ്ടായി. ഇതിനെ ബേബി ബൂം എന്ന് വിളിക്കുന്നു. ആ കാലഘട്ടത്തിൽ ജനിച്ചവരാണ് ബേബി ബൂമേഴ്സ്. എന്തായാലും ഈ കശാപ്പ് ശാലകൾ, നിർമ്മാണ മേഖലകൾ, അതുപോലെ ബേക്കറികൾ തുടങ്ങിയ എല്ലാ മേഖലകളിലും കടുത്ത ദൗർലഭ്യമാണ്, മനുഷ്യരുടെ ദൗർലഭ്യമാണ് ഇപ്പോൾ ജർമ്മനി നേരിടുന്നത്. 2002-ൽ 19,000-ഓളം ചെറുകിട കശാപ്പ് ശാലകൾ ഉണ്ടായിരുന്ന ജർമ്മനിയിൽ ഇന്ന് അത് വെറും 10,000-ൽ താഴെയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. യുവാക്കൾക്ക് ഈ ജോലികളോട് അത്ര താല്പര്യമില്ല. ഈ ഒരു ഗ്യാപ്പിലേക്കാണ് ജർമ്മനി ഇന്ത്യയെ സ്വാഗതം ചെയ്യുന്നത്. ഓരോ വർഷവും 1.5 കോടിയോളം യുവാക്കളെ തൊഴിൽ വിപണിയിലേക്ക് സംഭാവന ചെയ്യുന്ന ഇന്ത്യ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു രാജ്യമല്ല, അതൊരു ഹ്യൂമൻ റിസോഴ്സിന്റെ സ്വർണ്ണ ഖനിയാണ് എന്ന് വേണം പറയാൻ. ഈ മാറ്റത്തിന് തുടക്കമിട്ടത് 2021-ൽ അയക്കപ്പെട്ട ഒരു ചെറിയ ഇമെയിലാണ്. ഇന്ത്യയിലെ മാജിക് ബില്യൺ എന്ന ഏജൻസി ഹാൻഡ്രിക് വോൺ ഉങ്കേൻ എന്ന ജർമ്മൻ ഉദ്യോഗസ്ഥൻ അയച്ച ഇമെയിലിൽ ഒരു വലിയ വിപ്ലവത്തിന് തിരികൊളുത്തി. വെറും 13 ഇന്ത്യൻ യുവാക്കളുമായി 2022-ൽ തുടങ്ങിയ പൈലറ്റ് പ്രോജക്റ്റ് ഇന്ന് 100 കണക്കിന് ആളുകളിലേക്ക് വളർന്നു കഴിഞ്ഞു. ഇന്ന് ഹാൻഡ്രിക് ഇന്ത്യ വർക്ക്സ് എന്ന പേരിൽ സ്വന്തം ഏജൻസി തന്നെ തുടങ്ങി. ഈ 2026-ൽ മാത്രം റോഡ് നിർമ്മാതാക്കൾ, മെക്കാനിക്കുകൾ, ബേക്കേഴ്സ് എന്നിങ്ങനെ വിവിധ മേഖലകളിലായി 775 യുവാക്കളെയാണ് അദ്ദേഹം ജർമ്മനിയിൽ എത്തിക്കുന്നത്. ഇന്ത്യൻ യുവാക്കൾ കഠിനാധ്വാനികളാണ്, അതുപോലെ അവർക്ക് പഠിക്കാനുള്ള ആവേശമുണ്ട് എന്നാണ് ജർമ്മൻ തൊഴിലുടമകൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. ഇനി എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ശമ്പളത്തിന്റെ കണക്കിലേക്ക് നമുക്ക് പോകാം. ജർമ്മനിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജർമ്മൻ ഇക്കണോമി പുറത്തുവിട്ട 2026-ലെ റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേൽ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരെക്കാൾ കൂടുതൽ വരുമാനം നേടുന്നത് ഇന്ത്യക്കാരാണ്. ഇന്ത്യൻ തൊഴിലാളികളുടെ ശരാശരി മാസ വരുമാനം ഏകദേശം 5,393 യൂറോയാണ്. അതായത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം 5.5 ലക്ഷം രൂപ വരും ഇത്. അതേസമയം ഒരു ശരാശരി ജർമ്മൻകാരന് ലഭിക്കുന്നത് 4,177 യൂറോ മാത്രമാണ്. IT, എഞ്ചിനീയറിംഗ്, അതുപോലെ STEM മേഖലകളിലെ ഇന്ത്യക്കാരുടെ പ്രാവീണ്യമാണ് ഈ വലിയ വരുമാന വർധനവിന് കാരണം. കേവലം വരുമാനം മാത്രമല്ല, ഉയർന്ന ജീവിത നിലവാരവും സാമൂഹിക സുരക്ഷയും നമ്മുടെ യുവാക്കളെ ജർമ്മനിയിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ഇന്ത്യൻ യുവാക്കൾക്ക് മുന്നിൽ ജർമ്മനി ചുവന്ന പരവതാനി വിരിക്കുകയാണ്. 2024-ൽ ജർമ്മൻ സർക്കാർ എടുത്ത ഒരു ചരിത്രപരമായ തീരുമാനം നമുക്കറിയാം. ഇന്ത്യക്കാർക്കുള്ള സ്കിൽഡ് വർക്കർ വിസ ക്വോട്ട എന്ന് പറയുന്നത് 20,000-ൽ നിന്ന് 90,000-ആയി ഉയർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രിയും ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിക് മാസും തമ്മിൽ ഈ 2026-ൽ ജനുവരിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഈ ഒരു ബന്ധം കൂടുതൽ ശക്തമായിട്ടുണ്ട്. IT മേഖലയ്ക്ക് പുറമെ നഴ്സിംഗ്, കെയർ ഗിവിംഗ്, കൺസ്ട്രക്ഷൻ മേഖലകളിലും വിസ നടപടികൾ ഇപ്പോൾ വളരെ എളുപ്പമാണ്. കാത്തിരിപ്പ് സമയം 2 ആഴ്ചയെ കുറച്ചതും വലിയൊരു ആശ്വാസമാണ്. പക്ഷേ ഇതൊരു ഈസി ജേർണി, അത്ര സിമ്പിൾ ആണ് എന്ന് കരുതരുത്. ജർമ്മനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ കടമ്പ ഭാഷയാണ്. ഇംഗ്ലീഷ് കൊണ്ട് മാത്രം ജർമ്മനിയിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ചും ഉൾനാടൻ ഗ്രാമങ്ങളിൽ. B1, B2 ലെവൽ ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി നിർബന്ധമാണ്. ഭക്ഷണ രീതികളും അവിടുത്തെ കടുത്ത തണുപ്പും മറ്റൊരു വെല്ലുവിളിയാണ്. പക്ഷേ തങ്ങളുടെ കുടുംബത്തെ സഹായിക്കാനും മെച്ചപ്പെട്ട കരിയർ കെട്ടിപ്പടുക്കാനും ഈ കഷ്ടപ്പാടുകൾ സഹിക്കാൻ ഇന്ത്യൻ യുവാക്കൾ തയ്യാറാണ്. കൃത്യമായ പ്ലാനിങ്ങും പരിശീലനവും ഉണ്ടെങ്കിൽ ജർമ്മനി നിങ്ങൾക്ക് നൽകുന്നത് വലിയൊരു ജീവിതമാണ്. 2040 ആകുമ്പോഴേക്കും ജർമ്മനിയുടെ തൊഴിൽ ശക്തിയിൽ 10% കുറവ് വരുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് തടയണമെങ്കിൽ ഓരോ വർഷവും ഏകദേശം 3 ലക്ഷത്തോളം വിദേശ തൊഴിലാളികൾ അവിടെ എത്തണം. ഇന്ത്യ നൽകുന്ന ഈ മനുഷ്യ വിഭവശേഷി ഇല്ലായിരുന്നെങ്കിൽ ജർമ്മനിയിലെ പല പ്രമുഖ വ്യവസായങ്ങളും ഇന്ന് പൂട്ടിക്കിടക്കുമായിരുന്നു.
ഏതായാലും ജർമ്മനിയുടെ ഈ ഒരു സാമ്പത്തിക അതിജീവനത്തിന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. ലോകത്തിന് ഇനി ഇന്ത്യയെ മാറ്റി നിർത്തി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നത് വെറും ഒരു സ്വപ്നമായിരുന്നുവെങ്കിൽ ഇന്ന് ജർമ്മനി പോലുള്ള വൻ ശക്തികൾ നമ്മുടെ നൈപുണ്യം, അതായത് സ്കിൽസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ജർമ്മനിയിലെ ഒരു ചെറിയ ബേക്കറിയിലോ വലിയൊരു IT കമ്പനിയിലോ ജോലി ചെയ്യുന്ന ഓരോ ഇന്ത്യൻ യുവാവും യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആണ് എന്ന് വേണം പറയാൻ. ഇത് കേവലം ഒരു കുടിയേറ്റമല്ല, മറിച്ച് ലോകം ഇന്ത്യയുടെ കരുത്ത് തിരിച്ചറിയുന്ന ഒരു പുതിയ കാലഘട്ടത്തിന്റെ തുടക്കമാണ്. ഇന്ത്യ ഇല്ല എങ്കിൽ ജർമ്മനി ഇല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അത് ഇന്ത്യയുടെ വളരുന്ന കരുത്തിന്റെയും ജർമ്മനിയുടെ പ്രായോഗിക ബുദ്ധിയുടെയും വിജയമായി അടയാളപ്പെടുത്തുന്നു. വരും വർഷങ്ങളിൽ കൂടുതൽ മേഖലകളിലേക്ക് ഈ സഹകരണം വ്യാപിക്കുമെന്ന് ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.